അങ്ങനെ നമ്മുടെ മമ്മൂക്കാൻ്റെ ഡൊമിനിക് മമ്മൂട്ടി കമ്പനി നിർമ്മിച്ച മമ്മൂട്ടി കമ്പനിയുടെ 6ാമത്തെ സിനിമ GVM ആണ്. സംവിധാനം ഗൗതം വാസുദേവ് മേനോൻ, പുള്ളിയുടെ മലയാളത്തിലെ പടം. അങ്ങനെ ഈ സിനിമ അത്രയും ഹൈപ്പോ കാര്യങ്ങളോ ഒന്നും ഉണ്ടായിരുന്നില്ല. ഇങ്ങനെ ഒരു സിനിമ വരുന്നു എന്ന് കേട്ടപ്പോൾ ഗൗതം മേനോൻ മമ്മൂക്കയെ വെച്ച് പടം എടുക്കണു, മമ്മൂട്ടി കമ്പനിയുടെ പ്രൊഡക്ഷനാണ് എന്നൊക്കെ കേട്ടപ്പോൾ ഈ സിനിമയ്ക്ക് ഭയങ്കരമായിട്ടുള്ളൊരു ഹൈപ്പും കാര്യങ്ങളൊക്കെ വരുന്നതാണ് എല്ലാവരും വിചാരിച്ചത്. പക്ഷെ അതിനനുസരിച്ചുള്ള യാതൊരു ഹൈപ്പോ കാര്യങ്ങളോ ഒന്നും ഈ സിനിമയ്ക്ക് ഉണ്ടായിരുന്നില്ല. കാരണം അതിന് മെയിനായിട്ടുള്ള കാരണം ഈ സിനിമയുടെ അപ്ഡേഷൻസ് അങ്ങനെയായിരുന്നു. പിന്നെ യാതൊരു വിധത്തിലുള്ള പ്രൊമോഷനോ കാര്യങ്ങളോ ഒന്നും തന്നെ ഉണ്ടായിരുന്നില്ല. അതുകൊണ്ട് തന്നെ ഈ അടുത്ത കാലത്ത് വന്നതിൽ വെച്ചിട്ട് അത്രയും സൈലൻ്റ് ആയിട്ട് മമ്മൂക്കാൻ്റെ തിയേറ്ററിലെത്തിയ ഒരു സിനിമയായിരുന്നു ഡൊമിനിക്. ഈ അടുത്ത കാലത്തൊന്നും ഞാൻ ഇത്രയും സൈലൻ്റ് ആയിട്ട് ഒരു മമ്മൂക്കാൻ്റെ സിനിമ തിയേറ്ററിലേക്ക് ഒന്നിനെ കണ്ടിട്ടില്ല. അതുകൊണ്ട് തന്നെ എനിക്ക് പേഴ്സണലി ഈ പടത്തിൽ യാതൊരു വിധ പ്രതീക്ഷയും കാര്യങ്ങളും ഒന്നും ഉണ്ടായിരുന്നില്ല. എന്നാലും പിന്നെ നമ്മൾ മമ്മൂക്കാൻ്റെ പടം നമ്മൾ ഫസ്റ്റ് ഷോ തന്നെ കയറി കാണാമെന്ന് വിചാരിച്ചുകൊണ്ട് തന്നെയാണ് രാവിലെ 9:30 ആദ്യ ഷോയ്ക്ക് തന്നെ ഞാൻ പടം കാണാൻ കയറിയത്. അപ്പോൾ എനിക്ക് സിനിമ കണ്ടപ്പോൾ തോന്നിയത് എനിക്കൊരു വൺ ടൈം വാച്ചബിളായിട്ടാണ് സിനിമ തോന്നിയത്. അതിൽ വേറെ ടിസ്റ്റും കാര്യങ്ങളൊക്കെ ഉണ്ട്. കാരണം ഈ സിനിമ തുടങ്ങി ആദ്യത്തെ കുറച്ച് സമയം ഇങ്ങനെ കടന്നു പോയിക്കൊണ്ടിരിക്കുമ്പോൾ തന്നെ എനിക്ക് ഏകദേശം ഇത് ചെറിയ ലാഗും കാര്യങ്ങളൊക്കെ ഫീൽ ചെയ്തു. അങ്ങനെ സിനിമ വലിയ തരക്കേടില്ലാത്ത രീതിയിൽ അങ്ങനെ സിനിമ ആദ്യ പകുതി അവസാനിച്ചു. അപ്പോൾ ഫസ്റ്റ് ഹാഫ് എൻ്റെ ചെയ്യാനോടത്ത് ഒരു ത്രില്ല് മൂഡ് ലെഔട്ട് ഇങ്ങനെ കേട്ടണ പോലെ ഒരു സാധനം ഇങ്ങനെ കിട്ടുന്നുണ്ട് ഫസ്റ്റ് ഹാഫിൻ്റെ എൻഡിങ്ങിൽ. അപ്പോൾ എനിക്ക് ഫസ്റ്റ് ഹാഫ് ചെറിയൊരു ലാഗ് ആണെങ്കിൽ പോലും എന്തായാലും സെക്കൻഡ് ഹാഫ് ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആയിരിക്കും എന്നാണ് ഞാൻ വിചാരിച്ചത്. പക്ഷേ സിനിമ സെക്കൻഡ് ഹാഫിലോട്ട് കടന്നപ്പോഴും ഭയങ്കര ലാഗ് എന്ന് പറയുന്നുണ്ടെങ്കിലും അത്യാവശ്യം ചെറിയ ലാഗ് ഫസ്റ്റ് ഹാഫിൽ വന്ന പോലെ തന്നെ ലാഗും കാര്യങ്ങളൊക്കെ സെക്കൻഡ് ഹാഫും സിനിമ കണ്ടിന്യൂ ചെയ്ത് പോകുന്നുണ്ടായിരുന്നു. അപ്പോൾ ഏകദേശം സിനിമ തുടങ്ങിയ ഒരു 2 മണിക്കൂറോളൊക്കെ ആയപ്പോൾ ഞാൻ വിചാരിച്ച ഈ സിനിമ ശരിക്കും കയ്യിൽ നിന്ന് പോയെന്ന് വിചാരിച്ചത്. നമ്മൾ പ്രതീക്ഷിച്ച പോലെ പ്രത്യേകിച്ചൊന്നും ഉണ്ടാവില്ല, കയ്യിൽ നിന്ന് പോയി ഒരു ശോകമായിരിക്കുമെന്ന് ഏകദേശം ഞാൻ ഉറപ്പിച്ചിട്ടുണ്ടായിരുന്നു ഒരു 2 മണിക്കൂർ 10 മിനിറ്റ് വരെയൊക്കെ ആയപ്പോൾ. പക്ഷെ അവസാനത്തെ ഒരു 20 മിനിറ്റ് പടം ഇവിടെ നിന്ന പടം ഇതിങ്ങനെ പെട്ടെന്ന് കയറി അവസാനത്തെ ഒരു 20 മിനിറ്റ് ശരിക്കും ആ സിനിമയുടെ സ്ക്രിപ്റ്റ് കയറാൻ തുടങ്ങി. ക്ലൈമാക്സിലെ ടിസ്റ്റും കാര്യങ്ങളൊക്കെ എനിക്ക് പേഴ്സണലി നല്ല ഇമ്പാക്റ്റ് കിട്ടി. ഇതേ ഒരു സെയിം ടിസ്റ്റൊക്കെ നമ്മൾ മുമ്പേ ഇവിടെ കണ്ട പോലെയൊക്കെ നമുക്ക് ഫീൽ ചെയ്യും. പക്ഷെ എന്നാൽ പോലും ഈ ഒരു കഥയിൽ ആ ഒരു ടിസ്റ്റും കാര്യങ്ങളൊക്കെ കയറി വരുമ്പോൾ ക്ലൈമാക്സിലെ ഒരു പാങ്ങ് കയറി വരുമ്പോൾ നമ്മളവിടെ ഒട്ടും എക്സ്പെക്ട് ചെയ്യുന്നില്ല. നമ്മൾ പ്രതീക്ഷിക്കാത്ത ഒരു സാധനമാണ് ഈ സിനിമയുടെ ക്ലൈമാക്സിൽ കയറി വരുന്നത്. ഓവറോൾ എനിക്ക് പടം ഒരു വൺ ടൈം വാച്ചബിളായിട്ട് എടുത്തത്, നമുക്ക് ഒരു തവണ കണ്ടുമാർക്കാവുന്ന, നമുക്ക് ഒരു രീതിയിലും നിരാശ സമ്മാനിക്കാത്ത ഒരു പടം. എന്തായാലും നമ്മുടെ മമ്മൂട്ടി കമ്പനി ആ ഒരു പ്രൊഡക്ഷൻ എന്തായാലും അവരുടെ പേര് കളഞ്ഞില്ല. ഈ സിനിമ ഇറങ്ങുന്നതിന് മുന്നേ എല്ലാവരും പറഞ്ഞിരുന്നു മമ്മൂട്ടി കമ്പനിയുടെ ആദ്യത്തെ ഒരു ബ്ലാക്ക് മാർക്കായിരിക്കും ഈ സിനിമ എന്നൊക്കെയായിരുന്നു. ഞാനും പേഴ്സണലി അങ്ങനെ വിചാരിച്ചിരുന്ന ഒരാളായിരുന്നു. പക്ഷേ എനിക്ക് നോക്കിയപ്പോൾ എനിക്കൊരു വൺ ടൈം വാച്ചബിളായിട്ട് തോന്നി. ഞാൻ പറഞ്ഞ പോലെ തന്നെ സിനിമ ആദ്യത്തെ ഒരു 2 മണിക്കൂർ 10 മിനിറ്റ് ഒരു ശോകമായിട്ടും ഇത്തിരി സ്ലോ ആയിട്ടൊക്കെയാണ് പോകുന്നത്. ഒരു ഗൗതം മേനോൻ സിനിമ എന്നുള്ള രീതിയിലൊക്കെ തന്നെ ഇച്ചിരി വലിച്ചിലും കാര്യങ്ങളൊക്കെ ആയിട്ടാണ് സിനിമ പോകുന്നത്. പക്ഷേ അവസാനത്തെ ഒരു 20 മിനിറ്റ് അങ്ങോട്ട് പടം ഹൈ ലെവലിലോട്ട് കയറി നല്ല ഇൻട്രസ്റ്റിംഗ് ആയിരുന്നു അവസാനത്തെ ഒരു 20 മിനിറ്റ്. പിന്നെ ഇതിൻ്റെ ടൈലൻറ്റിൽ മമ്മൂക്കാൻ്റെ ചെറിയൊരു മാസ പരിപാടികളൊക്കെ ഉണ്ട്. അതിനൊക്കെ തിയേറ്ററിൽ അത്യാവശ്യം നല്ല കൈഡിയായിരുന്നു. എനിക്കും പേഴ്സണലി അത്യാവശ്യം നന്നായിട്ട് വർക്കായി. ഓവറോൾ ഞാൻ ഈ പറഞ്ഞ പോലെ തന്നെ വലിയ സംഭവങ്ങളൊന്നും പ്രതീക്ഷിക്കാതെ ഞാൻ ഒട്ടും എക്സ്പെക്ട് ചെയ്യാണ്ട് കയറി കണ്ട പടം. രാവിലെ 9:30 ഷോയ്ക്ക് 9:25 ഞാൻ തിയേറ്ററിലെത്തി വേഗം ഓടി കയറിയിട്ടാണ് ഞാൻ കണ്ടത്. ഞാൻ പോലും അങ്ങനെ എനിക്ക് വലിയ ഇൻട്രസ്റ്റ് കാര്യങ്ങളൊന്നും ഇല്ല ഈ സിനിമയ്ക്ക്. കാരണം നമ്മൾ ജസ്റ്റ് ഒന്ന് കയറി കണ്ടു മമ്മൂക്കാൻ്റെ ഒരു പടം ഇറങ്ങി കയറി കണ്ടു എന്നുള്ള രീതിയിലാണ് കയറിയത്. പക്ഷെ എന്തായാലും എനിക്ക് നിരാശ സമ്മാനിച്ചില്ല. നമ്മളെന്തായാലും കൊടുത്ത പൈസ എന്തായാലും പോയി എന്ന് ആർക്കും തോന്നില്ല. ആരും ഈ സിനിമ കണ്ട മോശം പറയില്ല. അതുപോലെയായിരുന്നു ഈ സിനിമ എടുത്തു വെച്ചിരിക്കുന്നത്. ഞാൻ പറഞ്ഞ പോലെ ചെറിയ ലാങ് കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ പോലും നമുക്ക് അവസാനത്തെ ഒരു ക്ലൈമാക്സ് പരിപാടികളൊക്കെ നമുക്ക് നന്നായിട്ട് വർക്കാവും. എനിക്ക് ആ ടിസ്റ്റ് അത്യാവശ്യം ഇമ്പാക്റ്റൊക്കെ കിട്ടിയ ഒട്ടും എക്സ്പെക്ട് ചെയ്യാത്തൊരു സാധനമാണ് ക്ലൈമാക്സിൽ വന്നത്. എന്തായാലും ഓവറോൾ എനിക്കൊരു വൺ ടൈം വാച്ചബിൾ മൂവിയായിരുന്നു. എന്തായാലും നിരാശ സമ്മാനിച്ചില്ല. മമ്മൂട്ടി കമ്പനി എന്ന ഒരു ബ്രാൻഡിനെ കോട്ടം തട്ടാത്ത രീതിയിൽ തന്നെ ഈ സിനിമ വന്നിട്ടുണ്ട്. അപ്പോൾ എന്തായാലും കാണാൻ താല്പര്യമുള്ളവർ കണ്ടുനോക്കിയോ.